തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി സിപിഎം വിട്ടേക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മോശമായി ഇടപെട്ടുവെന്ന പരാതി ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വിമർശനമുയർത്തിയ ശേഷം യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിലും സിപിഎം സംശയത്തോടെയാണ് കാണുന്നത്. പാർട്ടി നടപടി ഉണ്ടാകുമെന്നുറപ്പായതോടെയാണ് ഹരിയുടെ നീക്കം. സൈഫ് സിൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സൈഫ്, എന്താണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് കാരണം? കരമനഹരിക്കെതിരെ പാർട്ടിയുടെ അച്ചട നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഹരി അത് മുൻകൂട്ടി കാണുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ഹരി. തിരുവനന്തപുരത്തെ സംഘടനാ പ്രവർത്തനം, സിപിഎമ്മിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. ആൾക്കാരെ കൂട്ടുന്നതിലും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഒരു പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുകയും പാർട്ടി നേതാക്കന്മാരോട്, മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരോട് വ്യക്തിപരമായ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളായിരുന്നു കരമനഹരി. പിന്നീട് പാർട്ടി ഭരണത്തിൽ വന്ന ശേഷം വട്ടിയൂർക്കാവ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമവുമായി ബന്ധപ്പെട്ട് അതിന്റെ വൈസ് ചെയർമാനായി അദ്ദേഹം ചുമതലയേറ്റിരുന്നു. പിന്നീട് പാർട്ടി നിർദ്ദേശപ്രകാരം അതിൽ നിന്ന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു. അതിനുശേഷമാണ് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ ഒരു ഉലച്ചിൽ ഉണ്ടാകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന അടക്കമുള്ള പരാതികൾ ഇതിനിടെ ഹരിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചു. എം വി ഗോവിന്ദൻ ഈ വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നതിനിടയിൽ എം വി ഗോവിന്ദനുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോലും ഹരി എത്തി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അത് മിനിറ്റ്സ് ബുക്ക് പോലും കീറിയെറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അന്ന് പാർട്ടി നടപടി വേണം എന്ന ആവശ്യം ഉയർന്നു വന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ നടപടിയെടുക്കുന്നത് ശരിയാവില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിക്കെതിരെ അന്ന് നടപടിയെടുക്കാതിരുന്നതിൽ. ഇതിൽ സംഘടനാപരമായ അന്വേഷണം നടന്നു വരികയാണ്. ഇക്കാര്യത്തിൽ ഹരിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഹരി ഉയർത്തിയത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ്, ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ എത്താനുള്ള സ്വാധീനം ജില്ലയിലെ ഒരു ബിസിനസ്സുകാരന് ഉണ്ട്. അയാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ ഹരി ഉയർത്തി. ആദ്യ ദിവസമാണ് ആ വിമർശനം ഉയർത്തുന്നത്. അതിനുശേഷമുള്ള ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ, 2 ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരി പങ്കെടുത്തതുമില്ല. ഹരിയോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. അന്ന് മറുപടി പറയുന്നതിനിടയിൽ എം സ്വരാജ് അടക്കമുള്ളവർ പറഞ്ഞത് വിമർശനം ഉന്നയിക്കുന്നത് അംഗീകരിക്കാം, പക്ഷേ പേര് പറയാതെ വിമർശനം ഉന്നയിച്ച് അതിന് മറുപടി പോലും കേൾക്കാതെ ഇരിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് എം സ്വരാജ് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കരമനഹരി പാർട്ടി വിട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി വിട്ട് എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിന്റെ പോക്ക് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല. പാർട്ടി നേതൃത്വം ചില വിലയിരുത്തലുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങോട്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ പോകുന്നത്. പക്ഷേ നമുക്കതിനകത്തൊരു കൃത്യത ഇല്ലാത്തതുകൊണ്ടാണ് ആ വിവരം നമ്മൾ പങ്കുവെക്കുക. എന്തായാലും സിപിഎം വിടാനുള്ള ഒരു ആലോചനയിലേക്ക് ഹരി എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടി നടപടി ഏകദേശം ഉറപ്പായ പശ്ചാത്തലത്തിലാണ് സിപിഎം വിടാനുള്ള നീക്കത്തിലേക്ക് കരമനഹരി എത്തിച്ചേരുന്നത്. അനീഷ, കരമനഹരി പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സൈഫ് സിൻലാബ്ദീനാണ്.